അല്പസമയം മുമ്പ് പ്രതി പത്മരാജനെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. എന്താ ഈ ചോദ്യം ചെയ്യലിൽ പ്രതി പറയുന്നത്? അത് ഫാമിലി വിഷയങ്ങളും സാമ്പത്തിക വിഷയങ്ങളാണ് പറയുന്നത്. സാറേ, പ്ലാൻഡ് ആയിരുന്നോ ഇത് എന്നാണ് നമ്മൾ കരുതുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. സയന്റിഫിക് അന്വേഷണവും ബാക്കി CCTV ദൃശ്യങ്ങളെ പരിശോധിച്ചിട്ടുണ്ട്. ഇല്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ഇനി വിളിക്കും. അന്വേഷണത്തിന്റെ ഭാഗം വിളിക്കും. അന്വേഷിക്കുന്നു. നമ്മൾ അന്വേഷിക്കുന്നു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. പ്രതീഷ്, ഇക്കാര്യത്തിൽ തെളിവെടുപ്പ് പൂർത്തിയായി. മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, മറ്റാരുടെയെങ്കിലും സഹായം പ്രതിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? വിജയകുമാർ, നിലവിൽ പ്രതി പത്മരാജൻ തന്നെയാണ് ഈ കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം കുടുംബപരമായ ചില പ്രശ്നങ്ങളും സാമ്പത്തിക തർക്കങ്ങളുമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഇവരുമായി ബന്ധമുള്ള മറ്റുള്ളവരുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, കൃത്യമായി നടത്തിയ കുറ്റങ്ങൾ പ്രതി പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാര്യ അനില, അതായത് കൊല്ലപ്പെട്ട അനിലയുമായി ഉണ്ടായ ചില കുടുംബപരമായ പ്രശ്നങ്ങൾ പത്മരാജന് ഉണ്ടായിരുന്നു. ഇതിനൊപ്പം തന്നെ അനിലയുടെ സുഹൃത്തിനുമായി അനിലയ്ക്കുണ്ടായിരുന്ന ബന്ധം പലതവണ ഈ പത്മരാജൻ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല, അനിലയ്ക്ക് പത്മരാജൻ നൽകിയ പണം ഈ സുഹൃത്തുമായി ചേർന്ന ഒരു ബേക്കറി തുടങ്ങാൻ വിനിയോഗിച്ചു. അതുൾപ്പെടെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതൊരു വൈരാഗ്യമായി മാറുകയും അതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. പ്രതി ഒരേ സമയം 2 കൊലപാതകമാണ് ആസൂത്രണം ചെയ്തത്. അത് തൻ്റെ ഭാര്യ അനിലയെയും ഒപ്പം സുഹൃത്തിനെയുമാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ ആ സമയത്ത് കാറിലുണ്ടായിരുന്നത് സുഹൃത്തായിരുന്നില്ല, ആ കടയിലെ മറ്റൊരു ജീവനക്കാരനായിരുന്നുവെന്ന് പിന്നെയാണ് ബോധ്യപ്പെട്ടത്. ഇതിൽ സാഹചര്യ തെളിവുകളടക്കം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഫോറൻസിക് വിദഗ്ധരും ഈ വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുള്ളത്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കി അനിലയുടെ മൃതദേഹം അല്പസമയം മുമ്പ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് വാർത്താമഴയിൽ ഒരിടവേള കൂടി.